അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ബുദ്ധിമുട്ടുകളും ഓരോ പ്രയാസങ്ങളും ഓരോ ദുഃഖങ്ങളും ഓരോ വിഷമങ്ങളും ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കണ ഓരോ കാര്യങ്ങളുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ വിഷമങ്ങളൊന്നും നേരിടാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പറയണത് എന്തെങ്കിലും കടുത്ത വിഷമങ്ങൾ ഉണ്ടാവുകയും ശക്തമായ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ നമ്മളൊരു ദുർഘടമായ പ്രതിസന്ധികളൊക്കെ അഭിമുഖീകരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട, കാരണം നമ്മൾ എത്രത്തോളം വിഷമമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ, എത്രത്തോളം പ്രയാസവും ബുദ്ധിമുട്ടുമാണോ നമുക്ക് തരുന്നത്, അപ്പോൾ അങ്ങനെയൊക്കെ തരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ഒരു എന്താ പറയുക, എങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, നമ്മളെ ജീവിതം ചിലരൊക്കെ ആത്മഹത്യൻ്റെ വക്കിൽ വരെ ഓരോ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വന്നെത്തൂല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമ്മൾ അത്രക്കും വിഷമം പ്രയാസവും ദുഃഖവും ബുദ്ധിമുട്ടൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത് ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടിയ കാര്യമാണ്. ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനുണ്ടോ. കാരണം ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിലുള്ള കടുത്ത വിഷമങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു അടിപൊളി ഇസ്ലാമികപരമായിട്ടുള്ളൊരു ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വൃത്തിയുള്ള പായയിലോ കിടക്കയിലോ ഇരുന്ന് കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. വൃത്തിയുള്ള പായയിൽ, ഇപ്പോൾ ആരും പായയിലൊന്നും കിടക്കണമല്ലുണ്ടാവില്ല അല്ലേ. എല്ലാവരും കിടക്കയിൽ ബെഡിലാണല്ലോ എല്ലാവരും കിടക്കുക. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മൂത്രം നജസ് അങ്ങനെയൊന്നും ആവരുത്. കാരണം അത് പെർഫെക്റ്റ്ലി ആവണം. കാരണം അത് നല്ല നീറ്റായിരിക്കണം. അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള കിടക്കയായിരിക്കണം. നജസ്സൊന്നും പങ്കുചേരാത്തതാവണം. കാരണം അത് നമ്മൾ നജസ് അയക്കണമെന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ നജസ്സില്ലാത്ത പായയിലാണ് ഇത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നജസ്സില്ലാത്ത കിടക്കയിൽ ഇരുന്നിട്ട് സൂറത്ത് ഷംസും സൂറത്ത് ലൈലും സൂറത്ത് തീനും, ഈ 3 സൂറത്തുകൾ നമ്മളെ ചെറിയ സൂറത്തുകളിൽപ്പെട്ട 3 സൂറത്തുകളാണിത്. സൂറത്ത് ഷംസും സൂറത്ത് ലൈലും സൂറത്ത് തീനും, ഈ 3 സൂറത്തുകളും 7 പ്രാവശ്യമാണ് നമ്മൾ ഓതേണ്ടത്. നമ്മൾ വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു വൃത്തിയുള്ള പായയിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ കിടക്കയിൽ ഇരുന്നിട്ടോ സൂറത്ത് ഷംസും സൂറത്ത് ലൈലും സൂറത്ത് തീനും 7 പ്രാവശ്യം, ഓരോന്നും 7 പ്രാവശ്യം ഓതുക. തുടർന്ന് ശേഷം അള്ളാഹുവിനോട് നമ്മളെ വിഷമം എന്താണോ, നമ്മളെ ദുഃഖം എന്താണോ, നമ്മളെ പ്രയാസം എന്താണോ, നമ്മളെന്ത് കടുത്ത വിഷമമാണോ നമ്മൾ നേരിടുന്നത്, എന്താണെങ്കിലും അള്ളാഹുവിനോട് നമ്മളെ വിഷമാവസ്ഥ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഇടങ്ങേറാണെങ്കിലും സങ്കടത്തോടു കൂടി പറയാം, അത് പരിഹരിച്ചു തരണേ എന്ന്. കാരണം നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ടല്ലേ. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ പ്രധാനമായിട്ടുള്ളതാണ്. നമ്മൾ ഹംദും സ്വലാത്തൊക്കെ പറയണം ദുആ തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും. അതുപോലെ തന്നെ നമ്മൾ ദുആ നമ്മളെ മുടിയൊക്കെ മറിച്ച് കിബിലക്ക് മുന്നിട്ടായിരിക്കണം. അങ്ങനെ ദുആക്ക് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അതൊക്കെ പാലിച്ചു കൊണ്ടായിരിക്കണം കേട്ടോ ചെയ്യേണ്ടത്.
എന്നിട്ട് അള്ളാഹുവിനോട് നമ്മളെ വിഷമാവസ്ഥ സങ്കടത്തോടു കൂടി നമ്മൾ പറയാം, അള്ളാഹുവെ പരിഹരിച്ചു തരണേ. അതുപോലെ തന്നെ നമ്മൾ എന്താണോ ആവശ്യം, ആ ആവശ്യം 3 തവണയെങ്കിലും നമ്മൾ അള്ളാഹുവിനോട് പറയണം എന്നാണ്. അള്ളാഹുവിനോട് പറയണം എന്നാ 3 പ്രാവശ്യമെങ്കിലും അത് പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ദുആയിൽ ഒരു കാര്യം കൂടി നമ്മൾ ഉൾപ്പെടുത്തണം. ആ ദുആണ് ഒരു ചെറിയൊരു ദുആ, ഒരു ദിക്റാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അല്ലാഹുമ്മജ്അലി ഫറജൻ വ മഖ്റജൻ മിൻ അംരി. എന്നിട്ട് ഉറങ്ങാൻ കിടക്കുക. ഈ ദുആ ഇതും കൂടി ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹുമ്മജ്അലി ഫറജൻ വ മഖ്റജൻ മിൻ അംരി. എന്നിട്ട് ഉറങ്ങാൻ കിടക്കുക. അപ്പോൾ ഇത് ഒരു വട്ടം പറഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് 7 ദിവസം ഇത് തുടരണം. 7 ദിവസം ഇത് തുടരണം. അതിനുള്ളിൽ സ്വപ്നത്തിൽ ഒരാൾ പ്രത്യക്ഷപ്പെടുകയും നമ്മളെ വിഷമം എന്താണോ ആ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന ദിവസത്തിൽ നമ്മൾ കിടക്കയിൽ നമ്മളെ പായയിൽ ഒറ്റക്കായിരിക്കണം. ഭാര്യയോ ഭർത്താവോ ആരും ഉണ്ടാവരുത്, നമ്മളെ കുട്ടികളോ അങ്ങനെ ആരും ഉണ്ടാവരുത്. നമ്മൾ ഒറ്റക്കായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കിതാബുകളിലൊക്കെ വന്നിട്ടുള്ള ഒരു ഇസ്ലാമിക ഒരു ആത്മീയമായ കാര്യമാണ് നമ്മളെ പണ്ഡിത മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വിഷയമാണ് കേട്ടത്. ഇത് അനേകം പേർക്ക് പ്രയോജനം കിട്ടിയ കാര്യമാണ്. ഇത് ഉറച്ച വിശ്വാസത്തോടെ ഇത് അനുഷ്ഠിച്ചാൽ, ഇത് നിർവഹിച്ചാൽ അള്ളാഹു ഫലം തരുമെന്ന് 100% ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും വളരെയധികം പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ അതിനൊരു പരിഹാര മാർഗമാണ് നമ്മൾ തേടുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കി. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഉണ്ടാവും നമ്മളൊക്കെ ദിനം പ്രതി നേരിടുന്ന ഒരു പ്രശ്നമാണ് കടം. ഒരു അവധിക്ക് നമ്മൾ പറഞ്ഞുകൊണ്ട് കടം വാങ്ങിയിട്ട് ആ അവധിക്ക് തിരിച്ചു കൊടുക്കാനില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമുണ്ടാവൂലേ? ആ സമയത്തൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഇസ്ലാമികപരമായ ആത്മീയ മരുന്നാണ് കേട്ടോ ഇത്. നമുക്ക് സ്വപ്നത്തിൽ ഒരാൾ പ്രത്യക്ഷപ്പെടുകയും നമുക്ക് ആ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരുകയും ചെയ്യും. ഇങ്ങനെ ചെയ്തു നോക്കി. നമ്മൾ ഇതിന് നിബന്ധനകൾ പറഞ്ഞു നല്ല വൃത്തിയുള്ളതായിരിക്കണം. പിന്നെ തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ടായിരിക്കണം ഓതണം. കാരണം ചെറിയ സൂറത്തല്ലേ, നമ്മളൊക്കെ ചെറുപ്പം മുതലേ ഓതി വരുന്നവരാണല്ലേ. സൂറത്തു ഷംസും സൂറത്തു തീനും സൂറത്തു ലൈലൊക്കെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് വേണം ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കടുത്ത വിഷമങ്ങളൊക്കെ പരിഹരിക്കാൻ ഇത് കാരണമാകും. ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കടുത്ത വിഷമങ്ങൾ പരിഹരിക്കാനുള്ള 3 സൂറത്തുകളും അതിന് ഇതെങ്ങനെയാണ്, അതെങ്ങനെ ചെയ്താലാണ് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്നറിയിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി സന്തോഷത്തിലും റാഹത്തിലൊക്കെ ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.